എന്തോ ഒരു ഇടിയാണെന്റെ അല്ലോ. തെങ്ങ് ചാടിക്കേറി ബലത്തേക്കാളുണ്ട് ഒരൊറ്റ ഇടിയാ. അതാ കയറിക്കുന്ന തലയങ്കിഷ്ടം താഴെ. മോനാണെങ്കിലും വെട്ടുകാരനേക്കാൾ ഉശിരുള്ളവനാ. ഓന്റെ ആ മുടി പിന്നോട്ട് തട്ടിയിട്ടൊരു അടിയുണ്ട്. അതൊന്ന് കാണേണ്ടി തന്നെയാ. ഓൻ ഈ കോളിനൊന്ന് കലക്കും. ഉശിരുള്ള ആണുങ്ങളെ അടിക്കുകയും ചെയ്യും കലക്കുകയും ചെയ്യും. നിങ്ങളെ പോലെ പേടിത്തൂറിൽ കൃതുവല്ലം പറഞ്ഞിട്ടുണ്ടാ? ഒരു കത്തിയും കൊണ്ട് നടപ്പാണ്. വലിയ ഉസ്താദെന്ന് പറഞ്ഞല്ലേ നമ്മളെ നിക്കാ കഴിച്ച്. നിങ്ങൾ ഈ ജന്മത്തോരുത്തെങ്കിലും ഒരു അടി കൊടുക്കണ കണ്ടിട്ട് നമുക്ക് മയ്യത്തായാ മതിയായിരുന്നു. എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടിക്കാളും ഞാൻ. വന്നു വന്നിപ്പോ ഞമ്മക്കിട്ടുവായോ? ഇത് കണ്ട അതിനേക്കാ പലതാ ഇത്. ഞമ്മളെടുത്ത് വില കാട്ടണ്ട. ഇതെന്താണ് വിയാത്തു? ഞാനൊരു തമാശക്ക് കത്തിയെടുത്തല്ലേ, നീ അത് കാര്യാക്കിയോ? അല്ലെ നിനക്ക് ഞാൻ കത്തി കയറ്റോ? നീ അതങ്ങോട്ട് കളി. ആ കൊടുവാളാണ്ട് മാറ്റിയെന്ന്. മോന്റെ കൂടെ പടച്ചോനുണ്ടാവും. അയ്യോ അരങ്ങുന്നു. എന്റെ മോനെ പപ്പൻ നിന്റെ കൂടെ നടക്കുന്നത് കൊള്ളാം. അവൻ തന്റെ ഉള്ളവനാ. ഈ പേടിച്ചു തൂറി മൂസ എന്തിനാ നടക്കുന്നതെന്നാ എന്റെ സംശയം. കണ്ടോ, ഇതായ അവന്റെ രോഗം. ആരെങ്കിലും എന്തെങ്കിലും സത്യം പറഞ്ഞ ഉടനെ അവന് ചൊറിച്ചിലും വരും, കത്തിയും. അവനെ തള്ളൻ ഒരു ദിവസം ഞാൻ കൊല്ലും. കൊലത്തും. ഈ കത്തിയേക്കാൾ മൂർച്ചയുള്ള വാളാ തള്ളയുടെ നാക്ക്. എന്നാൽ അന്ന് ആ കറുത്തൊരു ബാക്കി ഇപ്പൊ തെരുവ് ദാതയല്ലേ അച്ഛന്റെ വഴിയെ പോകുന്ന മകൻ. ആഗ്രഹിച്ചിട്ടല്ല, അടിച്ചേൽപ്പിച്ചതാണ്. പിന്നെ ഒഴുക്കിനോട് ഒഴുകയാണ്. അല്ലാതെ അന്ന് വീട്ടിൽ വന്നപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് തന്നെ ചേട്ടനെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയെ അറിയാലോ. ചേട്ടനെ കാണാൻ ഇറങ്ങിയത് ഞാൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണമെന്ന് കള്ളം പറഞ്ഞു. എന്റെ കല്യാണം. ആരാ പയ്യൻ? ഈ തെണ്ടിയായിട്ട് എന്തായാലും നിനക്ക് ഇത്ര പറയാനുള്ളത്? പഠിക്കാൻ പോണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇറങ്ങിയിട്ട് നിനക്ക് കിന്നാരം പറഞ്ഞോ അല്ലേ? കൂടെ കഴിയുന്ന വൃത്തിയില്ലേ ആ ആരാടി? അവളോട് വർത്താനം പറഞ്ഞാൽ മതി. ആ നാക്കുള്ള മോളിൽ മിണ്ടണ്ട. കേട്ടടാ നേരപ്പാണി. അല്ല, ഈ തള്ള പറഞ്ഞ തെറി കേട്ടപ്പോ എനിക്കൊരു സംശയം, ഇത് വെട്ടുകാരന്റെ മോൻ തന്നെ ആണോന്ന്. ഞാൻ ഫിറ്റായി പോയി. ആ വീണുപോയ നിങ്ങള് നോക്കിയതല്ലേ, ആ നാളിയുടെ കൊടലിനെടുക്കും. അതൊക്കെ പറഞ്ഞോമാ, അവൻ കേട്ടാ ഇനിയും വന്ന് ചവിട്ടും. നാട് ഭരിച്ച് കുറച്ച് കാശുണ്ടാക്കാനാ കോപ്പ് കെട്ടിയത്. ഇപ്പൊ മലർന്നു കിടന്ന് തുപ്പണത് പോലെയായി. എടാ, ഞാൻ 100 വട്ടം പറഞ്ഞില്ലേ എന്റെ കൈ ഒന്ന് നേരെയാവട്ടെന്ന്. കൈ നേരെയായി വരുമ്പോ ചിലപ്പോ അവനെ പിടിച്ചാൽ കിട്ടാത്ത നിലയിലാവും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. അവൻ ഇപ്പൊ തളയ്ക്കാൻ നോക്കണ്ട രാഘവ. ഉരുക്കില്ലേ ഉരുക്ക്, അതാ അവൻ. പിന്നെ SI മേനോന്റെ സഹായം കൂടി ആയപ്പോ പറയാനുമില്ല. എടാ, ഈ വേലായുധന്റെ ബുദ്ധിയുടെ അത്രയും വേഗത ആ പയ്യന്റെ കൈക്കില്ല. ആ, ഇതുവരെ കേട്ടതാ, ഇനിയും കേൾപ്പിക്കണ്ട. എങ്കിലേ ഞാൻ 5ഓ 10ഓ എറിഞ്ഞ് രാമനാട്ടുകരയെന്ന് മസ്താനെ വരുത്തും. ആരാ? സാക്ഷാൽ മസ്താൻ. നീ എണ്ണിക്കോ കൃഷ്ണ, കൂടിയാൽ 2 ദിവസം, 2 ദിവസം മസ്താൻ വന്നിരിക്കും, ആ പയ്യനെ കണ്ടിരിക്കും. ആരുമില്ലാന്നാ തോന്നണേ. ഇവിടെ കാണേണ്ടതാണെന്നേ. ഇങ്ങനെ പറ്റിയാ കഥവ് പൊളിഞ്ഞു പോവുമല്ലോ.
ഏട്ടൻ കുളിക്കുക. ഏട്ടനോ? കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി ഇങ്ങോട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലാതെ വേണ്ട അല്ലേ? അതെ അതെ. അത് നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ. ഉം. 5000 ഉണ്ട്. ബാക്കി കാര്യം കഴിഞ്ഞിട്ട്. എന്താ ഇത്? ആദ്യം വാങ്ങ. കാര്യങ്ങൾ ഇയാള് പറയും. അതെ, ആദ്യം കാര്യം പറ. അവന്മാരെ ആശാൻ ഒന്ന് പെരുമാറണം. യവന്മാരെ? ആ മഹാലക്ഷ്മി ബസിന്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും കിളി ചെയ്യും. അവന്മാര് എന്റെ കയ്യിൽ നിന്ന് 60,000 രൂപ പലിശയില്ലാതെ കടം വാങ്ങി ഇറങ്ങിയതാ മഹാലക്ഷ്മി ബസ്. തിരിച്ചു ചോദിച്ചപ്പോ ആദ്യം അവന്മാര് ചിരിച്ചു, പിന്നെ എന്നെ വിരട്ടാൻ തുടങ്ങി. ഇപ്പൊ വന്ന് ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നത് പോലുമില്ല. നാട്ടുകാർ എന്റെ നേരെ തട്ടിക്കയറുകയാ. ഞാൻ കാരണം ആ ബസ് സ്റ്റോപ്പിൽ നിർത്താത്തെന്ന് പറഞ്ഞു. കാശോ പോട്ടെ, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ബസ്സെങ്കിലും സ്റ്റോപ്പിൽ നിർത്തിക്കൂടെ? ആശാൻ അവന്മാരെ ഒന്ന് ചതയ്ക്കണം, അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിർത്തും. കാശ് വാങ്ങിയിട്ട് കണ്ട തെണ്ടികളൊക്കെ ഇടിച്ച് മര്യാദ പഠിപ്പിക്കാൻ ഞാൻ പോലീസുകാരനല്ല, വെട്ടുകാരനുമല്ല. ഇതുപോലുള്ള കരാറുകളൊന്നും വരുന്നതിന് വേണ്ട. അങ്ങനെ പറയരുത്. ഈ കരയില് ഇങ്ങനൊരാൾ ആശാൻ മാത്രമേ ഉള്ളൂ. ആശാൻ വാങ്ങിയാലും ഇല്ലെങ്കിലും ഞാനിതോടെ വെച്ചിട്ട് പോകും. പിന്നെ എന്നെങ്കിലും മനസ്സ് മാറി ബസ് സ്റ്റോപ്പിൽ നിർത്തിച്ച എന്റെ സന്തോഷത്തിന് ബാക്കി 5000 കൂടി ഞാനിവിടെ കൊണ്ട് തന്നിട്ട് പോകും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഏയ്, ഇതെടുത്തിട്ട് പോണം മിസ്റ്റർ. ആശാനെ, ആദ്യമായിട്ട് കയറി വന്ന മഹാലക്ഷ്മിയാണിത്, പറഞ്ഞു വിടരുത്. ഭരത, ഇങ്ങനെ നീതി നിയമം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് വരുമ്പോഴേ വരത്തുള്ളൂ. എന്നാ നീ പോയിരിക്കെ. നിനക്കൊരു കാര്യം ചെയ്യാവോ? ആ കല്യാണ ബ്രോക്കറുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വരുന്നു എന്നൊന്ന് പറ. എന്താ വേണ്ടേ? കല്യാണം എന്നാ? ആരുടെ? എന്റെ പെങ്ങടെ, ശാരദയുടെ. അതിപ്പോ ഭരതം വന്ന് തിരക്കിയ തീയതി പറയരുതെന്ന് പത്മാക്ഷിയമ്മ പറഞ്ഞിട്ടുണ്ടോ? കൃത്യ തീയതി എനിക്ക് അറിയില്ല. ചെക്കനെ അറിയുവോ? അറിയാം. ഏതാ? നമ്മുടെ വിജയ വർക്ക്ഷോപ്പ് നടത്തുന്ന വിജയന. വിജയൻ നല്ല പയ്യനാണോ? തങ്കപ്പെട്ടവൻ, അധ്വാനി, ഒരു ദുശീലവും ഇല്ല. എനിക്കറിയാവുന്ന പയ്യന. ഈശ്വര, എന്റെ കല്ലാള് പണി ഇതോടെ തീർന്നെന്നാ തോന്നുന്നു. എടി ഭാഗീരഥിയേ, ദശമൂലത്തിൽ 2 വായുകൂളി കരച്ച് പെട്ടെന്ന് കിടക്ക്. എന്നാത്തിനാ എല്ലാം കൂടി അങ്ങോട്ട് എഴുന്നള്ളിച്ചത്? ആ പത്മാക്ഷമ്മ അറിഞ്ഞാ ഇനി അത് മതി ഇവിടെ ഭൂകമ്പം ഉണ്ടാവാൻ. ഈശ്വര, ആരായി വിജയൻ? ഞാനാ. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ശാരദന്റെ പെങ്ങളാ. എനിക്കറിയാം. പക്ഷെ ഞാൻ കെട്ടാൻ പോകുന്നത് ഭരതൻ എന്ന ഗുണ്ടയുടെ പെങ്ങളെയല്ല, വെട്ടുകാരന്റെ മകളെയല്ല, ശാരദയാണ്. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇനി എന്നെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ഗുണ്ടാപ്പണി വെട്ടുമൊക്കെ ചന്തയില് എന്റെ അടുത്ത് കളിച്ച വെട്ടി നുറുക്കും ഞാൻ. നിന്നോട് ആര് പറഞ്ഞടാ ആ ചെറുപ്പക്കാരനെ പോയി കാണാൻ? എങ്ങനൊരു തെണ്ടി ശാരദയുടെ ചേട്ടനെന്ന് പറഞ്ഞ് എന്നിട്ട് ആ കല്യാണം എങ്ങാനും തെറ്റിപ്പോയി മൂക്കിക്കൂടെ അങ്ങ് വലിച്ചു കയറ്റി ഒന്ന് പോന്നല്ലേ. എന്ത് പറഞ്ഞടി? ദേ 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 പൗഡർ ഇടുന്ന ഈ കൈക്കുണ്ടല്ലോ, അതിന് മണം മാത്രമല്ല ഗുണമുള്ളതാ. പലരും ചെയ്തിട്ടതാ അറിഞ്ഞിട്ടുമുണ്ട്. എന്റെ തള്ളേ, വെട്ടുകാരനാച്ചാ നിങ്ങളെ കെട്ടിയെടുത്തോണ്ട് നടന്നതേ നിങ്ങളെ കൈവം കൊണ്ടൊന്നും കണ്ടല്ല, ആ മനുഷ്യന്റെ നല്ല മനസ്സുകൊണ്ട്. അത് അയാൾ ചത്തു കഴിഞ്ഞെങ്കിലും ഒന്ന് മനസ്സിലാക്കും. പിന്നെ ലോകസുന്ദരിയായ നിങ്ങളുടെ മോളെ കെട്ടാൻ പോകുന്നവനുണ്ടല്ലോ, ആ വർഷാപ്പി കൊട്ടുന്നവൻ, അവനെ ഭരതേട്ടനെ പോലെ റാണി എന്ന് കണ്ടൂന്ന് വെച്ച് അവൻ ഒഴിഞ്ഞു പോണെങ്കിൽ അവൻ ആളല്ല നിങ്ങളുടെ മോളെ അവന്റെ കൂടെ അയക്കാൻ. നീ അകത്ത് പോ. ചേട്ടാ, ഈ പെണ്ണുമ്പിളിയോട് രണ്ട് പറഞ്ഞില്ലെങ്കിൽ ഇവർ തലേ കയറും. അകത്ത് പോകാനല്ലേ പറഞ്ഞത്? ചേട്ടൻ പറഞ്ഞാ ഞാൻ പോവാ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇനി ആ ചെറുക്കനെയോ എന്റെ മോളെയോ നീ കാണരുത്. അങ്ങനെ ഉണ്ടായാൽ പോലീസിൽ ഞാൻ പരാതി കൊടുക്കും. നിന്നെ കെട്ടിയെടുത്ത് ആൾക്കടിക്കും. ഓർത്തോ, പത്മാശയെ വഷളാക്കിയാൽ മഹാവഷളം.
ഭരത, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അത് ചെയ്തു തരൂ. മുസ്തഫാക്ക കാര്യം പറയൂ. വർഷങ്ങളായിട്ടുള്ള എന്റെ ആഗ്രഹം, നിന്റെ അച്ഛൻ ഉള്ളപ്പോ തൊട്ടേ ഞാൻ പറയുന്നതാ. ഇത്തവണ ഈ കോവിലില് ബാലസുന്ദരമൂർത്തിയുടെ കച്ചേരി നടത്തണം. എന്താ മുസ്തഫക്ക പറയുന്നത്? ബാലസുന്ദരമൂർത്തി ഇവിടെ വന്ന് പാടുകയോ? അതിനേക്കാൾ എളുപ്പം പൂവങ്കോഴിയോട് മുട്ടയിടാൻ പറയുന്നതാ. വയസ്സുകാലത്തെ ഒരു ആഗ്രഹം. ഈ പീറ കോളനിയില് ബാലസുന്ദരമൂർത്തി വരില്ല എന്ന് എനിക്കറിയാം. അതാണല്ലോ ഭരതനോട് പറഞ്ഞത്. ഇതെല്ലാം നിന്റെ ഇഷ്ടം. ഈ പീർ കോളനിയിൽ ബാലസുന്ദരമൂർത്തി വരുന്നു, പാടുന്നു. എന്തായൊക്കെ ഇവിടെ ഒന്ന് പാടിയാല് ആര് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാശ് നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾ പോയി ക്ഷണിക്ക്. നമസ്കാരം. എന്താ കച്ചേരിക്കാണോ? അതെ. ഇരിക്കൂ. കോകില, എന്താ വെത്തിളച്ചെള്ള എടുത്തിട്ട് വാ. ആ, എവിടെയാ കച്ചേരി? ചാത്ത കോളനിയില് മുത്തപ്പന്റെയും ദേവിയുടെയും കോവിലില്. ഇതാ അണ്ടർസ്റ്റുഡ്, അണ്ടർസ്റ്റുഡ്. അന്ത കോളനി, ചാത്തൻ കോളനി. കോവിലിൽ ഉത്സവം തുടങ്ങി. താമസിച്ചാ ക്ഷണിക്കണേന്നറിയാം. എല്ലാം കൂടി ഒത്തു വന്നത് ഇപ്പളാ. മറ്റന്നാൾ എങ്ങനെയെങ്കിലും അങ്ങയുടെ കച്ചേരി. ഇംപോസിബിൾ, നടക്കാത്ത കാര്യം. അങ്ങയുടെ പ്രതിഫലം എത്രയായാലും. വാട്ട് പ്രതിഫലം? എന്റെ പ്രതിഫലം 50,000 റുപ്പീസ്, 50,000 രൂപ. തര മുടിയുമാ? തന്നാലും വരില്ല. യു ആർ ഇൻസൾട്ടിങ് മീ. കണ്ട തെണ്ടികളും തെമ്മാടികളും താമസിക്കുന്ന ചീഞ്ഞു നാറുന്ന കോളനിയിൽ കച്ചേരി നടത്താൻ എനക്കെന്നെ പൈത്യമാ? നീന്നാറുന്ന ഓടകളിൽ ഒഴുക്കാനുള്ളതല്ല സംഗീതം, തെരിയുമാ? എന്ത് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ വരും? ഞാൻ എന്നെ ഡപ്പാങ്കൂത്ത് പാട്ടുകാരനാ. സംഗീത സാമ്രാട്ട് രാഗസാഗരം ബാലസുന്ദരമൂർത്തി അവിടെ പാടാൻ വരണം, അല്ലേ? എന്നാ തിമിര്! കോളനി ആളുകൾക്ക് എന്റെ കച്ചേരി കേട്ടാലേ ഉറക്കം വരുമെന്നുണ്ടെങ്കിൽ മറ്റന്നാ സ്വാധീരുന്ന ഹാളിൽ എന്റെ കച്ചേരി ഉണ്ട്. 500 രൂപ ടിക്കറ്റ്. അവിടെ വന്ന പുറത്ത് നിന്ന് കേൾക്കാം. അത് മതി നിങ്ങൾക്ക്. പോങ്കോ, അല്ലാതെ പോങ്കോ. ഇനിമേ ഇന്റെ പക്കം തലയോട്ട കൂടാതെ.